അസ്സലാമു അലൈക്കും മക്കളെ, നമ്മുടെ സിയാ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീഫ് കറിയൊക്കെ ഉണ്ടാക്കണം വെച്ചിട്ടാ. എന്നും പച്ചക്കറിയും മീൻ കറിയൊക്കെ അല്ലേ. അപ്പോൾ ഒന്ന് ഈ ഇതൊന്നും ഉണ്ടാക്കട്ടെ വെച്ചിട്ട് നോക്കുക. അപ്പോൾ അതിലേക്ക് പച്ചമുളകും ഉള്ളിയൊക്കെ നന്നാക്കുക, വെളുത്തുള്ളിയൊക്കെ നന്നാക്കുക, ഇഞ്ചിയും പച്ചമുളകൊക്കെ. പിന്നെന്താ ഇങ്ങോട്ടൊക്കെ ചോറും കൂട്ടാനൊക്കെ ആയോ? കൂട്ടാനെന്താ? ഞങ്ങളെല്ലാവരും കമൻറ്റിൽ അറിയിക്കിട്ടോ. പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, ഗ്യാസ് കഴിഞ്ഞിരിക്കണേ. അപ്പോൾ അടുപ്പത്ത് നിന്നൊക്കെ ചെയ്യട്ടെ വെച്ചിട്ട് ഇരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ, സഹിക്കണില്ലേ, ഭയങ്കര ചൂട്. എന്തുണ്ട് ഓണാക്കിയാൽ ഒന്നും പറയാനൊന്നും കിട്ടൂല. എന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് പറയണ്ടേ. ഞാൻ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണു. ഞാൻ നിങ്ങളുടെ വീഡിയോകളിൽ ഞാൻ ലൈക്ക് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ ആരാ എന്താണെന്നൊന്നും ഒക്കെ അറിയില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഛേദം കൂടാത്ത ഒരു ഉപകാരമല്ലേ, അതൊക്കെ ഞാനും ചെയ്യാം. അതുപോലെ വലിയ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെന്നെ സഹായിക്കുക. പൊന്തിച്ചെടുത്ത് ഇല്ലാത്തൊന്നുമില്ല ഇവിടെ. ലാസ്റ്റ് പറയാലോ. അതിൻ്റെ കലവിൽ ഉദിച്ചതാ. മക്കളെ, ഇവിടെ ആരും കോഴി കൂട്ടൂല. എല്ലാവരും കൂട്ടും, പക്ഷേ ഇപ്പം കൂട്ടൂല. ഇപ്പം കൂട്ടൂല. അപ്പോൾ 1 കിലോ ബീഫ് മേടിച്ചതാ, അത് വെക്കാം വെച്ചിട്ട്. അടുപ്പത്തേ ചോറ് വെന്തു. എന്നാൽ അടുപ്പത്ത് ഇത് വെക്കാലോ വെച്ചിട്ടാ. ഗ്യാസൊക്കെ കഴിഞ്ഞു. അപ്പോൾ പണികൾ വേഗം നടക്കാലോ. ചൂടാണെങ്കിൽ ഭയങ്കര ചൂട്. അപ്പോൾ ഇത് അടുപ്പത്തൊക്കെ വെച്ചിട്ടേ പണിയെടുക്കുക. മക്കളെ, ഞാൻ ഇനി നിർത്തുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ എന്നാൽ ശരി. എന്നാൽ അസ്സലാമു അലൈക്കും. എന്താ ചെയ്യാൻ